വട്ടംകുളത്തെ ഓഡിറ്റോറിയം കം ഷോപ്പിംഗ് കോംപ്ലക്സിന് ഹൈക്കോടതിയുടെ അനുമതി. ഉത്തരവ് പ്രകാരം നിലവിലുള്ള നിർമ്മാണം പൊളിക്കാതെ ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം. വട്ടംകുളത്തെ ഓഡിറ്റോറിയം കം ഷോപ്പിംഗ് കോംപ്ലക്സ് പുതുക്കിയ പദ്ധതി നടപ്പാക്കാൻ ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചു. കോസ്റ്റ് ഫോർഡ് ഉണ്ടാക്കിയ പ്ലാൻ അംഗീകരിച്ച് 2016 തുടക്കം കുറിച്ച നിർമ്മാണം 5 വർഷമായി നിലച്ചിരുന്നു. 82 ലക്ഷം രൂപ അവർ കൈപ്പറ്റിയെങ്കിലും അതിനനുസൃതമായ ജോലികൾ നടന്നില്ലെന്നും മണ്ണ് അനധികൃതമായി വിൽപ്പന നടത്തിയിട്ടുണ്ടെന്നും ആരോപണമുയർന്നു. UDF ഭരണസമിതി അധികാരത്തിൽ വന്നതോടെ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ മൂല്യം കണക്കാക്കാൻ തീരുമാനിച്ചു. ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ഇതോടെയാണ് UDF പൊതുതാൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. പൊതുപ്രവർത്തകരായ VVM മുസ്തഫയും CP റഫീഖും എന്നിവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് മൂല്യനിർണ്ണയം നടത്തി പുതുക്കിയ പദ്ധതി പ്രകാരം പുതിയ എസ്റ്റിമേറ്റിൽ ജോലികൾ നടത്താൻ പഞ്ചായത്തിന് അനുമതി നൽകിയാണ് വിധി വന്നത്. ഉത്തരവ് പ്രകാരം നിലവിലുള്ള നിർമ്മാണം പൊളിക്കാതെ ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം. 2014-15 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം 2,30 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് വെച്ചുകൊണ്ട് നമ്മൾ വട്ടംകുളത്ത് ഓഡിറ്റോറിയം കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം തുടങ്ങുകയുണ്ടായിരുന്നു. തൃശ്ശൂരിലുള്ള ഗവൺമെന്റ് ഏജൻസി ആയിട്ടുള്ള കോസ്റ്റ് ഫോർഡ് എന്ന കമ്പനിയാണ് നമ്മുടെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരുന്നത്. 6 വർഷം കഴിഞ്ഞ് പണി പൂർത്തിയാകേണ്ട സമയം കഴിഞ്ഞപ്പോൾ ഏകദേശം 82 ലക്ഷം രൂപ കോസ്റ്റ് ഫോർഡ് എന്ന കമ്പനി കൈപ്പറ്റുകയും എന്നാൽ നമ്മുടെ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സ്ഥിതിയിലാണ് ഉണ്ടായിരുന്നത്. പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ടുകൊണ്ട് കോസ്റ്റ് ഫോർഡുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും അവസാനിപ്പിക്കുകയും ഒരു പൊതു താൽപര്യ ഹർജി എന്ന രീതിയിൽ സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള CP റഫീഖും അതുപോലെ തന്നെ മുസ്തഫ ചേകന്നൂരും കൂടി ഹൈക്കോടതിയിൽ ഒരു അപേക്ഷ സമർപ്പിക്കുകയും ആ അപേക്ഷ സമർപ്പിച്ചതിന്റെ ഭാഗമായി നമുക്ക് വാല്യുവേഷൻ എടുക്കാൻ PWDയുടെ മഞ്ചേരിയിൽ നിന്നും ആള് വരികയും അതിന്റെ വാല്യുവേഷൻ എടുക്കുകയും നമുക്ക് വർക്ക് പദ്ധതി പുനർനിർമ്മിക്കാനുള്ള അനുമതി ഹൈക്കോടതിയിൽ നിന്ന് കിട്ടുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ഈ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സും അതുപോലെ തന്നെ നമ്മുടെ ഓഡിറ്റോറിയവും ഒരു പുതിയ രീതിയിൽ പുതിയ മാനത്തിൽ പുതിയ എസ്റ്റിമേറ്റുകളൊക്കെ എടുത്തുകൊണ്ട് പുതിയ നമ്മുടെ നിലവിലെ സാഹചര്യം അനുസരിച്ചിട്ടുള്ള എല്ലാവിധ സൗകര്യത്തോടു കൂടി ആ പദ്ധതി പൂർത്തീകരിക്കാൻ നേരത്തെ നീക്കിവച്ച തുക പാഴായതിനാൽ വീണ്ടും തുക വകയിരുത്തി നിർമ്മാണം നടത്താനാണ് ഭരണസമിതി തീരുമാനം. NCV ന്യൂസ് എടപ്പാൾ. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ് എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.